ഇപ്പോഴും അറിയില്ല പി എസ് സി എഴുതാൻ ഒരു പെന്നുണ്ടെന്ന് പോലും, അല്ലെങ്കിൽ പി എസ് സി എഴുതാൻ വേണ്ടിയിട്ടുള്ള പെൻ ഏതാണെന്ന് പോലും അറിയാതെയാണ് നമ്മളിപ്പോഴും പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴേക്കും അവർ പോലും അറിയുന്നത് ഞാൻ ഡിഗ്രിയിൽ സപ്ലി ആയിട്ടാണ് പാസ്സായി ഇങ്ങോട്ട് പുറത്ത് വന്നതെന്ന്. സപ്ലിയുമായിട്ട് നിൽക്കുന്ന സമയത്ത് പി ജിക്ക് എന്തായാലും പോകാൻ പറ്റൂല. പിന്നെ പോകാൻ നാട്ടിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പി എസ് സിക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പി എസ് സിയിലേക്ക് വരുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു സൈലം പി എസ് സി. ഞാൻ അഭിജിത്ത് എടോനി, സൈലത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്ലാസ്സുമായിട്ടൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ 2025 വരെ KSF-യിൽ സീനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം 2026 ജനുവരി മുതലാണ് ഇങ്ങോട്ട് സൈലത്തിലേക്ക് ജോയിൻ ചെയ്ത് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മൻസൂർ സാറുടെ നിർദ്ദേശപ്രകാരം വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം അന്ന് വന്ന് മുതൽ ഞാൻ കേൾക്കുന്നതാണ്, സാർ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ക്രാക്ക് ചെയ്തെടുത്തത്, ഇനി അതല്ല നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ വലിയൊരു ജോലി ഒഴിവാക്കിയിട്ട് PSC ഇങ്ങനെ ഓൺലൈൻ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി നൽകുക, ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന എൻ്റെ ഒരു പഠന രീതി ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരപ്രദമാവട്ടെ എന്നുള്ളതിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2025 വരെയാണ് KSF-യിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് എൻ്റെ ഒരു ബേസിക് ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ BSc മാത്സ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു BScൻ്റെ ബിരുദ പഠനം നടന്നത്. BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ക്ലാസ്സിലൊഴികെ ബാക്കി കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഭയങ്കര നല്ല ഹെവി ആയിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും കോളേജിലെ സ്പോർട്സിലാണെങ്കിലും ആർട്സിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ പഠനം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ അത്യാവശ്യം BSc മാത്സ് പഠിച്ച ആളുകൾക്കറിയാം, അത്യാവശ്യം നല്ല സപ്ലിയുമായിട്ടാണ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇറങ്ങുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞ് സപ്ലിയുമായിട്ട് നിൽക്കുന്ന സമയത്ത് പി ജിക്ക് എന്തായാലും പോകാൻ പറ്റൂല. പിന്നെ പോകാൻ നാട്ടിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് PSCക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് PSCയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മുതൽ ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വരെ എങ്ങനെയാണ് എന്നെ ഈ PSCയിലേക്ക് ഞാൻ മാറിയെടുത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ PSCയിൽ പഠിച്ചെടുത്തത്, ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കിത് പഠിച്ചെടുക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ PSCയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ PSC പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അങ്ങോട്ട് വന്നിരുന്നത്, വീട്ടുകാരെ പറ്റിക്കുക എന്നുള്ളൊരു കണക്കൂട്ടലായിട്ടാണ് വന്നത്. വീട്ടുകാർക്ക് ചിലപ്പോൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴേക്കും അവർ പോലും അറിയുന്നത് ഞാൻ ഡിഗ്രിയിൽ സപ്ലി ആയിട്ടാണ് പാസ്സായി ഇങ്ങോട്ട് പുറത്ത് വന്നതെന്ന്. അപ്പം അന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് PSC പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് എൻ്റെ 4 ഫ്രണ്ട്സുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് PSC ക്ലാസ്സിൽ പോകുന്നത്. ഇന്ന് സാധാരണ ക്ലാസ്സിലൊക്കെ പോകുന്നത് പോലെ അന്ന് ഓൺലൈൻ സെൻറ്റേഴ്സ് ഒന്നും വന്ന സമയമല്ല. അന്ന് ഓഫ്ലൈൻ മാത്രമാണ് PSC പഠിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗമെന്ന് പറയുന്നത്. അങ്ങനെ ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കുന്നുണ്ട്. ഒരു LDC ബാച്ചിലാണ് പോയി ജോയിൻ ചെയ്തത്. എന്താണ് PSC എന്നോ PSCയിൽ എന്തൊക്കെ പഠിക്കണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ബോധവുമില്ല, അല്ലെങ്കിൽ ഒരു അറിവില്ലാതെയാണ് അന്ന് ആദ്യമായിട്ട് ഞാൻ ഈ PSCയിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ അതിലേക്ക് വരുന്നു. ഒരു 8 മാസം 9 മാസത്തോളം കൃത്യമായിട്ട് PSC ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 8 മാസം ഞാൻ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറയുമ്പം നോർമലി ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നു, വേണ്ട ക്ലാസ്സുകൾ എക്സാം കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, ബാക്കി സമയത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു ആ ഒരു പഠന രീതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു LDC എക്സാം എഴുതുന്നത്. LDC എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുന്നു. ആ റിസൾട്ട് വന്നതോടുകൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് പറ്റിയ പണിയല്ലെന്ന്. കാരണം ആ റിസൾട്ടിൻ്റെ 7 അല്ല 8 അയലത്ത് പോലും ഞാൻ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതോടുകൂടി ഞാൻ ആ ഒരു പഠനം അവിടെ അവസാനിപ്പിക്കുകയും ആ പോയ സമയം കൊണ്ട് ഞാൻ എൻ്റെ പോയ പേപ്പേഴ്സൊക്കെ എഴുതിയെടുത്ത് തിരിച്ച് വീണ്ടും ഗുരുവായൂരപ്പൻ കോളേജിലേക്ക് PGക്ക് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് എൻ്റെ PSC ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വന്നിരിക്കുന്നത്. PG പഠനത്തിന് ശേഷമാണ് രണ്ടാമതായിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി PSC ഫീൽഡിൽ രണ്ടാമതായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, 2 തവണയായിട്ട് വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ PSC പഠനവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പലർക്കുള്ളൊരു സംശയം, ചില ആളുകൾക്കറിയാം നമുക്ക് സ്മാർട്ട് സ്റ്റഡി നടത്തുക, അല്ലേ, എങ്ങനെ പഠിക്കേണ്ടതാണ് നമ്മുടെ PSC. ഒരുപാട് കണ്ടൻറ്റുകൾ പഠിക്കാനുണ്ട്, പല ടോപ്പിക്കുകളുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ള എല്ലാവരെയും സംബന്ധിച്ച് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ പഠിക്കാനുള്ള ഒരു വഴി എന്നുള്ളതും, ഇനി പഠിച്ചാൽ മാത്രം നമുക്ക് PSC കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരുടെ മുന്നിലാവുക. ഞാൻ എല്ലാവരോടും പറയും, പഠിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ലഭിക്കാൻ പോകുന്നില്ല, ഒരു PSC എക്സാം അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ആ ബോധ്യത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ. കാരണം
പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആകെ ഒരു 1.25 മണിക്കൂറാണ് ഒരു എക്സാം ഹാളിൽ നമുക്ക് ടൈമായിട്ട് തരുന്നത്. ആ 1.25 മണിക്കൂറിൽ നമ്മൾ വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഇരുന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ ആ ഒരു സമയത്ത് മൈൻഡിലേക്ക് വരുത്താൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ആ ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അതായത് ആ ഒരു 1.25 മണിക്കൂറാണ് നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആ ഒരു 1.25 മണിക്കൂർ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് എന്തും കൂടി അറിഞ്ഞിരിക്കണം, പഠനത്തോടൊപ്പം തന്നെ എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2018-17 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു PSC ക്ലാസ്സിലേക്ക് വരുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യമായ സ്റ്റഡി പ്ലാൻ ഒന്നും ഇല്ലാതെ വെറുതെ ഒരു 8 മാസം PSC ക്ലാസ്സിൽ പോയിരുന്നു എന്നതല്ലാതെ മറ്റൊരു അനുഭവം എനിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ രണ്ടാമത് PG കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന PSC വേറെ എങ്ങോട്ട് പോകാനില്ല, വീണ്ടും PSCയിലേക്കാണ് വരാനുള്ളത്. രണ്ടാമതായിട്ട് റീ എൻട്രി നടത്തുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം. അത്യാവശ്യം എന്താണ് വീട്ടിൽ നിന്നൊക്കെ അത്യാവശ്യം പ്രഷർ, ജോലി കാര്യങ്ങളിലേക്കുള്ള ഒരു പ്രഷറൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു PSC കിട്ടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന നാട്ടിലുണ്ടായിരുന്ന 4 സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഞാൻ ഈ പഠനം എന്നുള്ള രീതിയിലേക്കൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്നും സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എത്രത്തോളം ഈ പറഞ്ഞിരിക്കുന്ന സ്പോർട്സുമായിട്ടൊക്കെ നടന്നിരിക്കുന്ന ആൾക്കൊരു റൂമിലിരുന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ PSCയിലേക്ക് രണ്ടാമത് വരുമ്പോഴും. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും ഇതിനകത്തേക്ക് പിടിച്ചു നിർത്തുന്നത്. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് പഠനം ആരംഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ 4 ഫ്രണ്ട്സും കൂടി ചേർന്നുകൊണ്ട് ഒരു PSC സെൻറ്ററിൽ വീണ്ടും പോയി ജോയിൻ ചെയ്യുകയും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പഠിക്കണമെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി വന്നിരുന്നത്. അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് മുൻപ് ഞാൻ ഇവരെ നയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് മുൻപ് PSCക്ക് പോയിട്ട് പരിചയമുള്ളതുകൊണ്ട് അറിയാം എങ്ങനെ പഠിച്ചാൽ ഇനി ഈ സാധനം കിട്ടില്ല, PSC എങ്ങനെ പഠിച്ചാലാണ് കിട്ടാത്തത് എന്ന് എനിക്കറിയാം. പക്ഷേ ഇതെങ്ങനെ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ ആദ്യം രണ്ടാമത് പഠിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത പരിപാടി എങ്ങനെ പഠിച്ചാലാണ് PSC കിട്ടുക എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. പലർക്കും പറ്റുന്നത് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് പഠിച്ചാൽ തുടങ്ങും. ആ പഠനം അവസാനിക്കുന്നത് മിക്കവാറും ഒരു LDC ആണെങ്കിൽ ആ LDC എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. ആ LDC എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ബോധ്യമാവുക ഇതിങ്ങനെ പഠിച്ചാൽ കിട്ടില്ല, ഇങ്ങനെ ആയിരുന്നില്ല പഠിക്കേണ്ടിയിരുന്നതെന്ന്. പക്ഷേ അതിനെക്കൊണ്ട് അപ്പോഴേക്കും നമ്മുടെ വലിയൊരു സമയം അവിടെ നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രമിച്ചത് എങ്ങനെ ഇത് പഠിച്ചെടുക്കും, PSC എങ്ങനെ പഠിച്ചാലാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അത് മനസ്സിലാക്കാൻ ചെയ്ത ഏറ്റവും സിമ്പിൾ വഴി എന്നെ പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്ന അധ്യാപകരുണ്ട്, PSC പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകർ. അവരെന്ന് പറയുന്നത് ടീച്ചിങ് പ്രാക്ടീസോ അല്ലെങ്കിൽ ഈ BEd കഴിഞ്ഞ് വരുന്ന അധ്യാപകരൊന്നുമല്ല. അവർ വർഷങ്ങളോളം PSC ഫീൽഡിൽ നിന്ന് PSC എക്സാമുകളൊക്കെ എഴുതി ശീലിച്ച് അതിൽ നിന്നും റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ എത്തിപ്പെട്ട് അവിടുന്ന് ലീവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന അധ്യാപകരാണ് നമ്മളെ PSC പഠിപ്പിക്കുന്നത്. അവർക്കറിയാം എങ്ങനെ പഠിച്ചാലാണ് PSC കിട്ടുക എന്നുള്ളതും എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാനുള്ള വഴിയെന്ന് അവർ സക്സസ് ആയ ആളുകളാണ്. ഞാൻ അങ്ങനെ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചു എങ്ങനെ പഠിച്ചാൽ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാം. അന്ന് അവർ പറഞ്ഞു തന്ന മെത്തേഡാണ് പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് ലൈഫിൽ അല്ലെങ്കിൽ PSC പഠനത്തിൽ ഉപയോഗിച്ചത്. ഞങ്ങൾ ഈ 4 ഫ്രണ്ട്സും നാട്ടിൽ ചെറിയൊരു റൂമൊക്കെ വെച്ച് ഒരു സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. റൂമൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് തന്നെ പഠനം തുടങ്ങാമെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്പോർട്സ് കോട്ടക്കാരനും അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ക്ലാസ്സുമായിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ ബാലികേറ മറയായിട്ട് നിൽക്കുന്നൊരു കാര്യമായിരുന്നു. അതിന് ആദ്യം ഇതിലേക്ക് ഇരുന്ന് സമയം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്യേണ്ട പരിപാടി. അതിന് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുള്ള ഫ്രിഡ്ജ് മാറിയാണ്. ഒന്നുമില്ലെങ്കിലും ഇടയ്ക്ക് നമ്മളൊക്കെ അതിലേക്കൊന്ന് കയറി നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതിലെന്തെങ്കിലും ഒന്ന് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വഴി അങ്ങോട്ട് പോകാനുള്ളൊരു സമയം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ സ്മാർട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ടാണ് കൃത്യമായിട്ടുള്ള പഠനം തുടങ്ങുന്നത്. അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ എനിക്ക് പറഞ്ഞു തന്നൊരു മെത്തേഡായിരുന്നു. ഒരു കാര്യം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് ഇത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പഠനം എന്ന് പറയുന്നത് മറ്റൊരാളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുതന്നെയായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ടുള്ള വഴികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു കാര്യം. കാരണം ഞങ്ങൾ റൂമിൽ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ബോർഡൊക്കെ റൂമിൽ വാങ്ങിച്ച് വെച്ചിട്ട് ആ ബോർഡിന് ബോർഡിൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് തുടങ്ങി. ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് കൃത്യമായ സിലബസ്, ഇന്ന് കാണുന്ന പോലെ സിലബസ് ഒന്നും നമുക്ക് PSC പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ PSC എന്ത് ചെയ്യുന്നുണ്ട്, സിലബസ് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 5 മാർക്ക്, അത് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ ഏതൊക്കെ പഠിക്കണമെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്, അത് പഠിച്ചാൽ എത്ര മാർക്ക് ലഭിക്കുമെന്നും കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് സിലബസ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പഠിച്ച കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ കൊല്ലങ്ങൾക്ക് മുന്നൊന്നല്ല, 2021 ശേഷമാണ് ഈ രീതിയിലേക്ക് PSC മാറുന്നത്, സിലബസ് സൈസ് ആയിട്ട് മാറുന്നത്. ഞാൻ പഠിക്കുമ്പോൾ അന്ന് സിലബസ് ഇല്ല. എന്നാൽ എങ്ങനെയാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാർക്ക് ഉണ്ടാവും. 100 മാർക്കിന് സബ്ജക്റ്റുകളാണ് തരിക. അതായത് ഭരണഘടന, ഹിസ്റ്ററി, ജോഗ്രഫി എന്നിങ്ങനെ സബ്ജക്റ്റ് മാത്രം തരും. എന്തും പഠിക്കണം, എല്ലാം പഠിക്കണം. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ പഠിച്ചാലും 1 മാർക്കിന് പോലും ചോദിക്കുമോ എന്ന് ഉറപ്പ് പോലും തരാത്തൊരു PSC കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ പഠനം തുടങ്ങുന്നത്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു LGS അല്ലെങ്കിൽ ഒരു CPO CPO കയറി പറ്റുക എന്നുള്ള രീതിയിലാണ് പഠനം ആരംഭിക്കുന്നത്. അന്ന് ടീച്ചേഴ്സ് പറഞ്ഞു തന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഞങ്ങളുടേതായ രീതിയിൽ ആദ്യം ഒരു സിലബസ് ഉണ്ടാക്കി. ഓക്കെ, ഒരു 4 മാസത്തേക്കുള്ള പ്രധാന ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ആ സിലബസ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരു 5 ടോപ്പിക്കെങ്കിലും എന്ത് ചെയ്യും, ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മൗലികാവകാശം അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ഞാൻ നല്ല രീതിയിൽ പഠിക്കണം. നല്ല രീതിയിൽ പഠിച്ചു കൊടുത്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു 2-2.5 മാസത്തോളം പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങാൻ ഞങ്ങൾ ഓരോരുത്തരും സമയമെടുത്തു. എന്നിട്ട് അതിന് ശേഷമുള്ള 4 മാസത്തേക്കാണ് ഇങ്ങനെ ഓരോ ദിവസവും 5 ടോപ്പിക്കെങ്കിലും ക്ലാസ് എടുക്കുന്ന രീതിയിൽ, ഇംഗ്ലീഷ് ഉൾപ്പെടെ എല്ലാ ടോപ്പിക്കുകളുടെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തു, സിലബസ് സൈസ് സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ എക്സാമോ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തില്ല. കാരണം ആദ്യ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ നമ്മൾ പോയിട്ട് ഒരു OMR എക്സാം എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടോ നമുക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അതിലെ 100 ക്വസ്റ്റ്യൻസും നമുക്ക് സുപരിചിതമല്ലാത്ത കാര്യങ്ങൾ, എന്തിൽ നിന്നാണ് ചോദിക്കുന്നത് പോലും അറിയില്ല. അപ്പോൾ ആദ്യ മാസങ്ങളിൽ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. ആദ്യ മാസങ്ങളിൽ ടോപ്പിക്കുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു, PSCയിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും, മനുഷ്യാവകാശ കമ്മീഷൻ ക്ലാസ് എടുക്കുന്നു. അതേ ദിവസം എൻ്റെ അടുത്ത ഫ്രണ്ട് വനിതാ കമ്മീഷൻ ക്ലാസ് എടുക്കുന്നു. അതേ ദിവസം അടുത്ത ഫ്രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലാസ് എടുക്കുന്നു. അതേ ദിവസം അടുത്ത ഫ്രണ്ട് ബാലാവകാശ കമ്മീഷൻ ക്ലാസ് എടുക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി തൊട്ടടുത്ത ദിവസം എന്ത് സംഭവിക്കും, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലാസ് എടുക്കും, അടുത്ത ഫ്രണ്ട് ബാലാവകാശം എടുക്കും, അടുത്ത ഫ്രണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കും, അടുത്ത ഫ്രണ്ട് വനിതാ കമ്മീഷൻ. തൊട്ടടുത്ത 2 ദിവസവും ഇതേ പാറ്റേൺ അങ്ങനെ പോകും. അങ്ങനെ ഒരു ദിവസം 5 ടോപ്പിക്കെങ്കിലും ക്ലാസ് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പഠിച്ചു പോയത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ്സിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനം അവിടെ ഞാൻ നടത്തി കഴിഞ്ഞു. പിറ്റേ ദിവസം ഇതേ ടോപ്പിക്ക് എൻ്റെ അടുത്ത ഫ്രണ്ട് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. അതേ ടോപ്പിക്ക് അടുത്ത ദിവസം എൻ്റെ അടുത്ത ഫ്രണ്ട് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. അതേ ടോപ്പിക്ക് തൊട്ടടുത്ത ദിവസം വീണ്ടും അടുത്ത ഫ്രണ്ട് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. അതായത് ഒരു നല്ല പഠനവും 3 റിവിഷനും അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ക്ലിയർ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇങ്ങനെ ഒരു 4-4.5 മാസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് പഠിച്ചു. തൊട്ടടുത്ത 4-4.5 മാസത്തോളം വീണ്ടും ഇതേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, റിവിഷൻ ചെയ്യാൻ പോവാണ്. മാത്രമല്ല ആ 4.5 മാസം നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ദിവസവും 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പഠനം നടത്തിയത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് നേടാൻ സാധിക്കില്ല, PSCയിലേക്ക് കയറി ചെല്ലാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എക്സാം ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ 1.25 മണിക്കൂറാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഏറ്റവും വലിയ നൂൽപ്പാലം എന്ന് പറയുന്നത്. ആ 1.25 മണിക്കൂറിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് എക്സാം എഴുതാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു കൃത്യമായ ബോധം നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സാം എങ്ങനെ എഴുതണമെന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ഘട്ടം. അടുത്ത ഘട്ടത്തിൽ ഇതേ കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാനും തുടങ്ങി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യാനും തുടങ്ങി. അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി ഏതൊക്കെ സബ്ജക്റ്റുകളാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത്. അതായത് ഒരു 10 ചോദ്യ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാവും ഏത് ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയിൽ ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്കുകൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. മാത്രമല്ല നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ബേസ് അങ്ങോട്ട് മറന്നു തുടങ്ങും. നമ്മൾ ബേസ് വിട്ടിട്ട് ഡിഗ്രി ലെവലല്ലേ, ഹയർ ലെവലല്ലേ ചോദിക്കുക എന്നൊക്കെ കരുതിക്കൊണ്ട് ഹയർ ആയിട്ടുള്ള വലിയ ലെവൽ സാധനങ്ങൾ മാത്രം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങും. അതാണ് പല ആളുകൾക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതെന്നോ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്നോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പോലും നമുക്ക് ഡൗട്ടായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. നമ്മളത് അറിയാതെ വലിയ കാര്യങ്ങളിലേക്ക് പോവുകയായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മെയിൻസ് എക്സാമിന് എന്തായിരിക്കും, ബേസിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതാണ് നമ്മൾക്കിട്ട് ഏറ്റവും നല്ല രീതിയിൽ പണി തരിക. കാരണം ഇതെല്ലാവരും അറ്റൻഡ് ചെയ്യും. അപ്പോൾ ആ ബേസ് ഏറ്റവും സ്ട്രോങ് ആക്കി വെച്ചുകൊണ്ടുള്ളൊരു പഠനം നമ്മൾ മുന്നോട്ട് നടത്തി. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ നമ്മൾ എക്സാം എഴുതി പഠിക്കുന്നുണ്ട്. എക്സാം എഴുതി
എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നും PSC എഴുതുന്ന പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുന്നു, OMR പേപ്പർ വെച്ചിട്ട് എക്സാം എഴുതിയിട്ടൊക്കെ ശീലിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും അറിയില്ല PSC എഴുതാൻ ഒരു പെന്നുണ്ടെന്ന് പോലും, അല്ലെങ്കിൽ PSC എഴുതാൻ വേണ്ടിയിട്ടുള്ള പെൻ ഏതാണെന്ന് പോലും അറിയാതെയാണ് നമ്മളിപ്പോഴും പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നമുക്കറിയാം നമ്മുടെ വിപണിയിൽ കിട്ടുന്നത് 2 രീതിയിലുള്ള പെന്നുകൾ കിട്ടും. ഒന്ന് പോയിന്റഡ് ആയിട്ടും ഒന്ന് റൗണ്ടഡ് ആയിട്ടുള്ള നിബുകൾ കിട്ടും അല്ലേ. ഇപ്പോഴും PSC എക്സാം എഴുതാൻ പോകുന്ന പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് PSC എക്സാം എഴുതാൻ പോകുന്ന പലരും രാവിലെ എണീറ്റിട്ട് സ്കൂളിൽ നിന്ന് ഏത് എക്സാം ആൾ ഏതാണ് അവിടേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നൊക്കെ പെന്ന് വാങ്ങിയിട്ടോ ചില ആൾക്കാർ പൂജിച്ചൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ പെന്ന് വെച്ചിട്ട് എഴുതാൻ പോകുന്നത്. ഓക്കെ, അവർക്കറിയില്ല ഇത് എഴുതാൻ അല്ലെങ്കിൽ കറപ്പിക്കാനാണ് നമ്മൾ പോകുന്നത്, അല്ലാതെ എഴുതാനല്ല. ഈ എഴുതാനുള്ള പെന്നും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബബിൾ ചെയ്യാൻ പോകുന്നത്. ആ പെന്ന് വെച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സമയം അങ്ങോട്ട് നഷ്ടപ്പെടുക എന്നല്ലാതെ വലിയ ഒരു മാറ്റമൊന്നും അതിൽ ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മളിവിടെ ചെയ്യേണ്ടത് ബബിളിംഗ് ആണ്. ഈ ബബിളിങ്ങിൽ ലഭിക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് വാല്യബിൾ ആണ്. അതായത് 100 ക്വസ്റ്റ്യൻ നമ്മൾ ബബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻ നമ്മൾ ബബിൾ ചെയ്യുന്നതിൽ നിന്നും 1 സെക്കൻഡ് നമുക്ക് ലാഭിക്കാൻ പറ്റി കഴിഞ്ഞാൽ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ 1.5 മിനിറ്റിലധികം നമുക്ക് ബബിളിങ്ങിൽ നിന്ന് നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊരു പെന്ന് മാറുന്നതോടൊപ്പം തന്നെ നമുക്ക് 4 സെക്കൻഡോളം ഒരു ബബിളിങ്ങിൽ നിന്ന് തന്നെ ലാഭിക്കാൻ പറ്റും. അതായത് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഈ പോയിന്റഡ് നിബുള്ള പെന്നുകൾ റൗണ്ട് ചെയ്ത് ഫില്ല് ആകുമ്പോഴേക്കും സമയമെടുക്കും. പക്ഷേ റൗണ്ടഡ് നിബുള്ള ഫില്ലറുകളുള്ള പെന്നുകളാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന OMR ബബിൾ ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ട് കറപ്പിക്കാൻ നമുക്ക് അറിയുമെന്ന് തെറ്റിദ്ധരിച്ച് എക്സാം ഹാളിലേക്ക് പോകുന്ന ആളുകളാണ്. അതുപോലും അറിയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതറിഞ്ഞ് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്ന് പോലും പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു എക്സാമിന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള പഠനമാണ് ഞങ്ങൾക്ക് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോയത്. കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ OMR പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് എക്സാം എഴുതുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി PSC പഠിക്കണമെന്ന് ഞാൻ ഒരാളോടും സജസ്റ്റ് ചെയ്യാറില്ല. കാരണം അത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലതിനെയും ഒഴിവാക്കിക്കൊണ്ട് PSC പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഈ PSC പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫീൽഡിലേക്കാണ് ഞങ്ങൾ വരുന്നത്. കാരണം ആദ്യ ദിവസം പഠിച്ചത് പിറ്റേ ദിവസം ഓർമ്മ ഉണ്ടാവില്ല. എക്സാം എഴുതുമ്പോൾ 20-30 നെഗറ്റീവുകളാണ് വരുന്നത്. ഫുൾ ഓഫ് നെഗറ്റീവ്സ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്ട്രെസ് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും സ്ട്രെസ് ആയിട്ടുള്ള ഒരു പഠന രീതിയെ നമ്മൾ എന്ത് ചെയ്യരുത്, മോട്ടിവേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സമയം മാറ്റി വെക്കണം. എന്നെ സംബന്ധിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ എല്ലാ ദിവസവും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം അത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൈൻഡ് എന്താവുന്നുണ്ട്, ഫ്രീ ആവുന്നുണ്ട്. മാത്രമല്ല സ്ട്രെസ് ഫ്രീ ആവണമെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ എന്തും കൂടി ചെയ്യണം. നമ്മൾ ഈ ഡെയിലി സിലബസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ കൃത്യമായ ഒരു ഫോക്കസോട് കൂടി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയി എക്സാം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കി. മിക്കവാറും നമുക്ക് എക്സാം ഹാളിൽ കയറുമ്പോഴാണ് ഇത് ടഫാണോ എളുപ്പമാണോ എന്ന് മനസ്സിലാവുക. അപ്പം ആ എക്സാം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ട് എഴുതാൻ അല്ലേ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചിലപ്പോൾ ടഫായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ എളുപ്പമായിരിക്കാം. അപ്പോൾ കട്ട് ഓഫ് അതിനനുസരിച്ച് അങ്ങോട്ടൊക്കെ മാറാനും ഉയരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ എക്സാം ഹാളിൽ എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ എക്സാം ഹാളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് കൃത്യമായി 1.25 മണിക്കൂർ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് എന്താവുള്ളൂ, പ്രാക്ടീസ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നു, കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോയപ്പം ഞാൻ വെറുതെ തള്ളാൻ വേണ്ടി പറയുന്നില്ല. ഒരു വർഷത്തിൽ തോഴ്ചോടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. ഞാനൊരു 4-5 ലിസ്റ്റോളം വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു ലിസ്റ്റ് വരുന്ന ഒരു CPO എക്സാമിനാണ്. CPOയിൽ കയറുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം PSC ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലേഡീസ് പെൺകുട്ടികളായതുകൊണ്ടും അവരോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഉൾബോധം എനിക്കുള്ളത് കൊണ്ടും ഞാൻ അവരില്ലാത്തൊരു എക്സാം തിരഞ്ഞെടുത്താണ് CPO പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ CPOക്ക് ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയപ്പോൾ മനസ്സിലായി ഇതേ പഠനം തന്നെയാണ് നമുക്ക് എന്തിനും വേണ്ടത്. ഇപ്പോൾ ഒരു KS എക്സാം ആണെങ്കിൽ ഇതേ സാധനമാണ് അവിടെ സിലബസ് ആയിട്ട് തരുന്നത്. അപ്പോൾ അതിനും പഠിക്കാമെന്ന് ബോധ്യമായി. പിന്നെ നമ്മൾ ഞാൻ ഓൾറെഡി ഡിഗ്രി പാസ്സായതുകൊണ്ട് തന്നെ എന്താക്കി, ഡിഗ്രിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഡിഗ്രി പോസ്റ്റുകളിലേക്ക് പഠിച്ചു തുടങ്ങി. കൃത്യം ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു വന്നതുകൊണ്ട് നമുക്ക് കമ്പനി ബോർഡ് പോലെയുള്ള ഡിഗ്രിയിലെ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റി. കമ്പനി ബോർഡ് പോലെയുള്ള ഒരു എക്സാമിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് ഹൈലി സാലറീഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ലൈഫ് അവിടെ എന്താവാൻ മാറുകയാണ്, സെറ്റ് ആവുകയാണ്. ഒരു റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഈ PSC അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് നമ്മുടെ ലൈഫിനെ എങ്ങനെ മാറ്റിയെടുക്കും. നമ്മൾ ഇത്രയും കാലം പുച്ഛിച്ചുകൊണ്ടിരുന്ന നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരും
ആൾക്കാരൊക്കെ നമ്മളെ എങ്ങനെ മാറി ചിന്തിക്കുന്നു എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ലിസ്റ്റിൽ വന്നിട്ടായിരിക്കും. അതായത് നിങ്ങൾക്കൊരു ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലിയായിരിക്കാം, ശമ്പളമായിരിക്കാം, പക്ഷേ അതിനൊക്കെ മുകളിലായിട്ട് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഒരു PSC ലിസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ളൊരു നല്ല ലിസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഏത് ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് വേണ്ടത് കൃത്യമായ സ്റ്റഡി പ്ലാനും അതോടൊപ്പം എങ്ങനെ എക്സാം എഴുതണമെന്നുള്ള ഒരു പ്രാക്ടീസിങ്ങുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വെറുതെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സിലബസിൽ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോലല്ല, കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചെടുക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ സൈലത്തിലെ ക്ലാസ്സുകളിലൂടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ക്ലാസ്സുകളാണ് നമ്മളിവിടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പ്രോപ്പർ ഒരു പെൻ ഏതാണെന്നൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല, കാരണം അത് പരസ്യങ്ങളായി പോകും. അതുകൊണ്ട് ഞാൻ ആ പെൻ ഏതാണെന്നൊന്നും ഇവിടെ പറയുന്നില്ല. ക്ലാസ്സുകളിൽ നമ്മൾ ആ കാര്യങ്ങളടക്കം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി നല്ല ദിവസങ്ങളാണ് മുന്നോട്ടുള്ളത്. ഒരുപാട് എക്സാമുകൾ ഡിഗ്രി ലെവലൊക്കെ വരുന്നുണ്ട്. അതിന് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. എന്ത് ഡൗട്ടോ അല്ലെങ്കിൽ എങ്ങനെ എക്സാം എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോടൊക്കെ ചോദിക്കാം. ഇവിടെയുള്ള അധ്യാപകരൊക്കെ അത് പറഞ്ഞു തരാനൊക്കെ വില്ലിംഗ് ആയി ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തുക, എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ലിസ്റ്റ് കയറുക, ജോലിയിലേക്ക് എത്തിപ്പെടുക. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ KSFE-യിലുള്ള ഒരു ജോബൊക്കെ വിട്ടിട്ട് ഇങ്ങനെ PSC-യിലേക്ക് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന PSC-യിലൂടെ കണ്ടിരിക്കുന്നത് എൻ്റെ ജോലിയാണെങ്കിൽ, എൻ്റെ ലൈഫാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ പാഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം ഞാൻ എൻ്റെ ജോലി കണ്ടെത്തിയതോടുകൂടി എൻ്റെ ലൈഫ് അവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പാഷന് പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അതൊരു ജോലി സെറ്റാക്കുക. ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പഠനം നമ്മൾ സൈലത്തിനോടൊപ്പം ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൈലത്തിൻ്റെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.